ഹലോ, ആദ്യമായിട്ട് എന്നെ മനസ്സിലായോ? ആ, മീനാക്ഷി അല്ലേ? അതെ, ആദ്യേട്ടനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എടോ, അത് പിന്നെ പ്ലീസ്. ഓക്കെ. ഞാൻ ദൃഷ്ടിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യുവാണെന്ന് കരുതരുത്. ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഒരു പട്ടിയെപ്പോലെ ആ പാവം പുറകെ നടന്നിട്ടും അതൊന്നും കേൾക്കാൻ ആദ്യേട്ടൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് എനിക്കിതെല്ലാം പറയേണ്ടി വരുന്നത്. ആദ്യേട്ടൻ അറിഞ്ഞതെല്ലാം സത്യമാണ്. അഭിനവിനോടുള്ള വാശിയുടെ പുറത്താണ് ദച്ചു ആദ്യേട്ടനെ വിവാഹം കഴിച്ചത്. പക്ഷേ അതുകൂടാതെ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആദ്യേട്ടൻ്റെ അച്ഛൻ. എന്ത്? അച്ഛനും? അതെ, നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ കമ്പനിക്ക് ഒരു വലിയ ലോസ് ഉണ്ടായ കാര്യം ആദ്യേട്ടൻ ഓർക്കുന്നുണ്ടോ? ആ ടൈമിൽ ആദ്യേട്ടൻ്റെ അച്ഛൻ ദച്ചുവിനെ വന്ന് കണ്ടിരുന്നു. ദച്ചുവിൻ്റെ കമ്പനിയായിട്ട് നിങ്ങളുടെ കമ്പനിക്ക് പാർട്ട്ണർഷിപ്പിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ മഹി എന്ത് ദച്ചുവിനെ കാണാൻ വന്നേ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനും ഈ കാര്യം ഈ അടുത്താണ് അറിയുന്നത്. ഞങ്ങളുടെ കമ്പനി റൂൾസ് അനുസരിച്ച് പാർട്ട്ണർഷിപ്പ് വേണമെങ്കിൽ അതിന് ലീഗലി റിലേറ്റഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു മാരേജ് കോൺട്രാക്ട്. പക്ഷേ ദച്ചുവിന് അതിനോട് താല്പര്യമില്ലായിരുന്നു. പിന്നെ ആദ്യേട്ടനെ കുറിച്ച് അവൾ നല്ലപോലെ അന്വേഷിച്ചിട്ടൊക്കെയാണ് ഈ തീരുമാനം എടുത്തത്. അവൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു 1 year മാരേജ് കോൺട്രാക്റ്റ് ഉണ്ടാക്കി സൈൻ ഇട്ട് തരാമായിരുന്നു. പക്ഷേ അവളത് ചെയ്തില്ല. പകരം ലൈഫ് ലോങ് കോൺട്രാക്റ്റാണ് ചൂസ് ചെയ്തത്, അതും അവളുടെ ഹൃദയത്തിൻ്റെ ഒപ്പോടുകൂടി. പിന്നെ അഭിനവിനോടുള്ള വാശിക്കാണ് അവൾ ആദ്യേട്ടനെ വിവാഹം കഴിച്ചതെന്ന് അവൾ ഈ സത്യം മറച്ചു വയ്ക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതാണ്. അഭിനവിനോട് വാശിയുണ്ടായിരുന്നെങ്കിലും അതിനേക്കാളേറെ ആദ്യേട്ടനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും കൂടിയാണ് അവൾ ആദ്യേട്ടനെ വിവാഹം കഴിച്ചത്. നിങ്ങളുടെ കമ്പനി തകർന്നു പോകാതിരിക്കാൻ കാരണം അവളാണ്. അത് ആദ്യേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അല്ലാതെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഒരു മാരേജിന് സമ്മതിക്കുന്നവളാണ് ദച്ചു എന്ന് ആദ്യേട്ടന് തോന്നുന്നുണ്ടോ? ഇനിയും അവളെ ഇട്ട് സങ്കടപ്പെടുത്താതെ ഒന്ന് സംസാരിച്ചൂടെ? ആദി, അച്ഛാ, നമ്മുടെ കമ്പനിക്ക് ലോസ് വന്നപ്പോൾ അച്ഛൻ ദൃഷ്ടി ചെന്ന് കണ്ട വിവരം എന്നോട് എന്താ പറയാതിരുന്നേ? അത് മോനെ, നീ അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ കമ്പനിക്ക് വേണ്ടി മാത്രമല്ല, ദൃഷ്ടിമോള് നല്ല കുട്ടിയാ, നിനക്ക് എന്തുകൊണ്ട് യോജിക്കും. അവളെക്കാൾ നല്ലൊരു കുട്ടിയെ നിനക്ക് കിട്ടില്ല മോനെ. എല്ലാം ശരി, പക്ഷേ അച്ഛനന്ന് എന്തിനാ ഇത് അവരായിട്ട് മുന്നോട്ട് വെച്ച പ്രപ്പോസലാണെന്ന് പറഞ്ഞേ? ദൃഷ്ടിമോള് പറഞ്ഞിട്ടാ മോനെ. മോൾക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. നിന്നെ ദൃഷ്ടിമോൾക്ക് ഇഷ്ടമായിട്ട് തന്നെയാണ് വിവാഹം കഴിച്ചത്. പക്ഷേ നിങ്ങളുടെ വിവാഹത്തിന് ശേഷം മോള് തന്നെ ഇതെല്ലാം നിന്നോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒന്നും അറിയിക്കാതെ ഇരുന്നത്. മോളെ ദൃഷ്ടി, നിന്നോട് ആദി ഇതുവരെ മിണ്ടിയില്ല അല്ലേ? മോൾ അവനെ അങ്ങ് ഡിവോഴ്സ് ചെയ്യേ. എന്തിനാ മോളെ മോളുടെ ജീവിതം വെറുതെ കളയുന്നേ? അവന് മോളുടെ വില അറിയില്ല. മോൾക്ക് അവനേക്കാൾ നല്ലൊരു പയ്യനെ കിട്ടും. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? കുറേയായി. എനിക്ക് വേറെ ആരെയും വേണ്ട. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവനോടെയുണ്ട്. എൻ്റെ മരണം വരെ അദ്ദേഹം തന്നെയായിരിക്കും എൻ്റെ ഭർത്താവ്. പ്രിയേ, നീ ഇപ്പൊ മോളോട് പറഞ്ഞതില്ല ഞാൻ കേട്ടു. ഇവരുടെ വിവാഹത്തിന് മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഇത് മുടക്കാൻ ശ്രമിക്കരുതെന്ന്. അന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ നിന്നപ്പോൾ ഞാൻ കരുതി നിങ്ങൾ നന്നായെന്ന്. പക്ഷെ നീയും നിന്റെ മോനും കൂടി വീണ്ടും ഇവരെ ദ്രോഹിക്കാനാണ് ശ്രമിച്ചത്. ആദ്യം കിട്ടിയ താലി പൊട്ടിച്ച് നിന്റെ ഈ മോനെ കൊണ്ട് ദൃഷ്ടി മോളുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നടത്തിയ പരിശ്രമങ്ങളൊക്കെ മതി. ഇനി വേണ്ട. എന്നെ ഓർത്താ എൻ്റെ മോൻ ഇത്രയും സഹിച്ചു നിന്നത്. ഇനിയും എനിക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങിക്കോണം രണ്ടും ഈ വീട്ടിൽ നിന്ന്. അയ്യോ മഹിയേട്ടാ, നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? അതെ ഡാഡ്, ഞങ്ങൾക്ക് ജീവിക്കാൻ വേറൊരു മാർഗവും ഇല്ല. മോനെ അബി, നിന്റെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ 25 വയസ്സായില്ലേ നിനക്ക്? ഇത്രയും നാൾ അധ്വാനിക്കാതെ എൻ്റെ ചെലവ് കഴിഞ്ഞതല്ലേ. ഇനി അധ്വാനിച്ച് നിന്റെ അമ്മയെ കൂടി നോക്കിക്കോ. മോനെ ആദി, ദൃഷ്ടിമോളെ, ഞങ്ങളോട് ക്ഷമിക്കണം.
ഇവൻ ഓരോ തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴും ഇവനെ തിരുത്തി നേർവഴിക്ക് നടത്തേണ്ടിയിരുന്ന ഇവൻ്റെ അമ്മയായ ഞാൻ തന്നെ എല്ലാം അറിഞ്ഞിട്ടും ഇവന് വളം വെച്ച് കൊടുത്ത് ഇത്രയും വഷളാക്കി. പണത്തോടുള്ള ഞങ്ങളുടെ ആർത്തി ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചു. മക്കൾ ഞങ്ങളോട് പൊറുക്കണം. ഇനിയെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ കഴിയണം. ഞങ്ങളുടെ ശല്യം ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഞങ്ങൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഞങ്ങൾ അനുഭവിക്കണം. ആർഭാടങ്ങളില്ലാത്ത ഒരു സാധാരണ ജീവിതം, അത് മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. നിങ്ങളോട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലെന്നറിയാം. എങ്കിലും കഴിയുവാണെങ്കിൽ ഞങ്ങളോട് പൊറുക്കണം മക്കളെ. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുക. വാടാ അബി. ദൃഷ്ടി, ആദ്യേട്ടൻ്റെ പൊന്നിന് ആദ്യേട്ടനോട് ദേഷ്യമാണോ? ആദ്യേട്ടാ, കരയാതെ പൊന്നെ, സോറി. ആ, ഇതാരാ വന്നിരിക്കുന്നേ? ദേവ് സാറും വിദ്യ മാമോ? എന്റെ പൊന്നു മഹി, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടടാ എന്നെ സാറൊന്ന് വിളിക്കരുതെന്ന്. എത്ര പറഞ്ഞാലും നീ കേൾക്കില്ല അല്ലേ? അതുപോലെ എന്നെ വിദ്യ എന്ന് വിളിച്ചാൽ മതി മഹിയേട്ടാ. അല്ല, മക്കളെവിടെ? ഞങ്ങളിവിടെ ഉണ്ടമ്മ. ആ, ആദിമോനെ. ആദിമോനെ, അമ്മയ്ക്കെന്താ എന്നെ കണ്ടൂടെ? ഈ പെണ്ണിന്റെ ഒരു കുശുമ്പ നോക്കിക്കേ. ഓ അച്ഛാ, യൂട്യൂബ് ബ്രൂട്ട് ഓഫ്. രണ്ടുപേരും കൂടി ചേർന്നുള്ള കളിയല്ലേ? ഇപ്പൊ ഞാൻ പുറത്ത്. പോട്ടെ മോളെ, ഞാൻ മോളുടെ ടീമിലാ കേട്ടോ. അല്ലെങ്കിലും എനിക്ക് എന്റെ മഹിയച്ഛൻ മാത്രമേ ഉള്ളൂ. അത് മതി എനിക്ക്. അച്ഛാ, അപ്പൊ ഞാൻ നീ പോടാർക്ക. ഒരു ബസ് പോലും കാണുന്നില്ലല്ലോ. ഇങ്ങനെ ഞാൻ എവിടെയോ. ആദ്യേട്ടന്റെ കൂടെ ഉണ്ടാവാറുള്ള വാലല്ലേ ഇത്? അതെ ചേട്ടാ, കൂയ്. എന്റെ ദൈവമേ, അതെന്താ സൗണ്ട്? ചേട്ടാ ചേട്ടാ, നിർത്ത്. അയ്യോ എന്റെ പൊന്നു കൊച്ചേ, നീ ചാവാൻ ഇറങ്ങിയതാണോ? ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ മീനാക്ഷി, ദക്ഷന്റെ ഫ്രണ്ടാ. ചേട്ടൻ മഹിയകളുടെ വീട്ടിലേക്കാണോ? അതെ. എന്നാ എന്നെ കൂടെ കൊണ്ടുപോകോ? ഞാനും അങ്ങോട്ടേക്കാ. ശരി, വാ കേറ്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ശ്രീയേട്ടന് ഇതിനെ എവിടുന്ന് കിട്ടി? റോട്ടീന്ന് കിട്ടിയതാ മോളെ, ഒന്നും പറയണ്ട. വണ്ടിക്ക് വട്ടം ചാടി. ഈ മഴക്കാലത്ത് ഇറങ്ങുന്ന മാക്കാൻ തവളകളെ പോലെ. എന്തായടാ കാര്യങ്ങളൊക്കെ? നിങ്ങളിപ്പോ ഹാപ്പി അല്ലേ? ആടാ ശ്രീ, ഞങ്ങൾ ഇപ്പൊ നല്ല ഹാപ്പിയാ. ഓ, അത് കേട്ടാ മതി എനിക്ക്. അല്ല, നിന്റെ പ്ലാൻ എന്താ? ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? പിന്നെ വേണ്ടേ? വേണം. എനിക്കും നിനക്ക് ഒരേ പ്രായമാ. ഇനി ഞാൻ കെട്ടിയില്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മൂത്ത് നടിച്ച് ഇരിക്കത്തേ ഉള്ളൂ ഞാൻ. ചേട്ടാ, ഞാനൊരു ഫോർമാലിറ്റിക്ക് ചോദിച്ചതല്ലേ, അപ്പോഴേക്കും നീ കെട്ടാൻ തീരുമാനിച്ചോ? ഒന്ന് പോയേടാ, അവന്റെ ഒരു ഫോർമാലിറ്റി. നിനക്കപ്പോ ഞാൻ കെട്ടി സന്തോഷമായിട്ട് കഴിയുന്നത് കാണാൻ ഒരാഗ്രഹവും ഇല്ല അല്ലേ? അയ്യോ, എനിക്ക് കാണണം. അല്ല, ആരെങ്കിലും ഉണ്ടോ നിന്റെ മനസ്സിൽ? മതി മീനു, എനിക്ക് വയ്യ ഇനി ഓടാൻ. ഞാനും അടുത്തു. അല്ല മീനു, നീ ശരിക്കും എങ്ങനെയാ ശ്രീയേട്ടൻ്റെ കൂടെ വന്നേ? ഓ, അത് ഞാൻ ബസ് കാത്തു നിന്നപ്പോൾ അങ്ങേര് കാറിൽ വരുന്നത് കണ്ടു. ഞാനങ്ങേട്ട വണ്ടിക്ക് വട്ടം ചാടി. അപ്പൊ ശ്രീയേട്ടൻ പറഞ്ഞത് സത്യമായിരുന്നല്ലേ? എൻ്റെ മീനു, നിന്നെ ശ്രീയേട്ടൻ തല്ലാതെ വിട്ടത് ഭാഗ്യം. ഓ പിന്നെ അയാൾ ഞൊട്ടും. അല്ല ദച്ചു, ഞാൻ അയാളെ അങ്ങ് വളയ്ക്കട്ടെ. എന്താ നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. മോളിന്ന് വാ വളയ്ക്കാൻ.
നിങ്ങൾക്കിന്ന് ഇവിടെ നിന്നൂടെ? ഇല്ല മഹി, ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം. ഇറങ്ങട്ടെ മക്കളെ. ശരി അച്ഛ. മീനു, നീ ഇന്ന് പോകുന്നില്ലല്ലോ? അയ്യോ, എനിക്ക് പോണം തെച്ചു. വീട്ടിൽ പോയിട്ട് കുറച്ച് വർക്കുണ്ട്. നിനക്കറിയാലോ നമ്മുടെ പുതിയ പ്രൊജക്റ്റിന്റെ കാര്യം. എന്നാ ഞാനും ഇറങ്ങുക. ആദി, ദച്ചു പോട്ടെ. ശരി ഏട്ടാ. മീനാക്ഷി എൻ്റെ കൂടെ പോരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, എൻ്റെ കാര്യം ഗോവിന്ദ. മീനാക്ഷിക്ക് എന്നെ ഇഷ്ടമാണോ? ഇങ്ങേക്ക് എന്താ ഇത്ര ഓപ്പൺ ആയി ചോദിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? ആ, കേട്ടു. എനിക്ക് മീനാക്ഷിയെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടുകാരെ കൂട്ടി വരട്ടെ തൻ്റെ വീട്ടിലേക്ക്? ദൃഷ്ടി, എന്താ ആദ്യേട്ടാ? താനെന്തിനാ എൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നേ? ഞാൻ ഒഴിഞ്ഞു മാറിയതൊന്നും അല്ല ആദ്യേട്ടാ. എല്ലാരും വന്നപ്പോ അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചതേ ഉള്ളൂ. ആണോ? ശരി, ഇപ്പൊ എല്ലാരും പോയില്ലേ? ഇനി എൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. എന്താ മോനെ ആദ്യേട്ടാ ഉദ്ദേശം? എൻ്റെ ദൃഷ്ടി പെണ്ണിനെ എനിക്ക് വേണം. ഇനിയും കാത്തിരിക്കാൻ വയ്യ. ദേ ആദ്യേട്ടാ, വേണ്ട കേട്ടോ. വേണം കേട്ടോ ആദ്യേട്ടാ. ഇങ്ങ് വന്നേ നീ. ദൃഷ്ടി, ഐ ലവ് യു. ഐ ലവ് യു ടു ആദ്യേട്ടാ. ദേ ആദ്യേട്ടാ, ആ ഷർട്ടിന്റെ ഒരു ബട്ടനും കൂടി വെച്ച ഒരു ചവിട്ടി ഞാനങ്ങ് വെച്ച് തരും കേട്ടല്ലോ. അയ്യോ, എനിക്കെന്റെ കൈയും കാലും ഒന്നും അനക്കാൻ വയ്യേ. ഞാൻ പോവാ. നിങ്ങൾ തന്നെത്താൻ ഇവിടെ കിടന്ന് ചിരിച്ചോ. പോവല്ലേ ദച്ചു. വേറെ ഒന്നുമില്ലെങ്കിലും ഒരു ഉമ്മെങ്കിലും തരുമോ? ആദ്യേട്ടാ, ദേവേട്ടാ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാത്തതിലൊന്നും കൈ വെക്കരുതെന്ന്. എന്റെ ദൈവമേ, എന്റെ പുതിയ ഫ്ലവർ വേസ് പൊട്ടിച്ചു. ഇന്ന് മക്കളെല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്ന ദിവസമാ. ഇങ്ങനെ ഞാനിന്ന് വിദ്യയെ അറിയാതെ പറ്റിയതാടി. മക്കള് വരുന്ന ദിവസമല്ലേ, ഇന്നത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക്. ഓഹോ, മക്കള് വരുന്ന ദിവസമല്ലേ ക്ഷമിക്കാമെന്ന് കരുതിയപ്പോ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി കോപ്രായം കാണിക്കുന്നു. ഇതാരാ? അമ്മമ്മയുടെ അച്ഛൻ മോനോ? അയ്യോടാ, അമ്മമ്മയുടെ കുക്കുമോനും ഉണ്ടോ? അപ്പൂപ്പന്റെ പിള്ളേരിങ്ങ് വാ. നിങ്ങൾ എല്ലാരും എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? മഹിയേട്ടാ വാ. ലച്ചു, ആദ്യമോനെ കൂട്ടി വാ. ആ അമ്മ, ശ്രീയേട്ടനും മീനുവും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ അല്ലേ?
ഇല്ല മോനെ, നിങ്ങൾ കയറി വാ. ഹാ മനു, നീ എപ്പോ വന്നു? ഞാൻ എന്താ ഇന്നലെ ലാൻഡ് ആയിട്ടേ ഉള്ളൂ. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാന്ന് കരുതി. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സർപ്രൈസ്? ഓ, ഇതൊരു ഒന്നൊന്നര സർപ്രൈസ് ആയിപ്പോയി. ആദ്യം മോന് ഇവനെ മനസ്സിലായി കാണില്ല അല്ലേ? ഇത് മീനാക്ഷിയുടെ ചേട്ടനാ, മനു. നിങ്ങളുടെ കല്യാണത്തിന് 1 മാസം മുമ്പ് UK പോയതാ ഇവൻ. പിന്നെതാ ഇന്നാ ഞാൻ ഇവനെ കാണുന്നത്. ഹലോ ആദി. ഹായ്. എന്താടി വെച്ചു നിന്റെ മുഖത്ത് ഇത്ര ഗൗരവം? ഓ, എൻ്റെ കെട്ടിനോ വന്നില്ല, പോട്ടെ. എനിക്ക് 2 കൊച്ചുങ്ങളുണ്ടായി. അവരെ ഒന്ന് കാണാൻ പോലും ഈ ഭാഗത്തേക്ക് നിങ്ങൾ വന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു പോലും നോക്കിയില്ല. എന്നിട്ട് ഇപ്പം വന്നേക്കുന്നു, മുഖത്തെന്താ ഗൗരവം ചോദിച്ചിട്ട്. പോയിക്കോണം. എൻ്റെ തെച്ചുമോ, സോറി. നീ ക്ഷമിക്ക്. തിരക്കായി പോയതുകൊണ്ടല്ലേടി. അതുകൊണ്ടെന്താ, ഞാൻ ഇപ്പോൾ വന്നില്ലേ. ഇനി നിന്റെ കൊച്ചുങ്ങളെയും ഇനി ഉണ്ടാവാൻ പോകുന്ന കൊച്ചുങ്ങളെയൊക്കെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ.